എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അവർണികയും അജാസും ഗീതുവും ഗോവിന്ദും കൂടെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം നേരത്തെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലേ? അതെ, ഞങ്ങളിവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ശല്യം സഹിക്കാതെ ഞാനും അജാസും ഇവിടെ മാറി നിൽക്കുമായിരുന്നു. അത് കേട്ടതും ഈശ്വരാ, അപ്പം ഞാനിവിടെ കാണിച്ചു കൂട്ടിയ കോമാളിത്തരൊക്കെ നിങ്ങൾ കണ്ടു, പിന്നെ കാണാതെ എന്നും അജാസ്. അത് കേട്ടത് അതെ, ആരോടും പറയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. അല്ല, ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? നമ്മളെ കൊല്ലാൻ വന്നവർക്കിട്ട് നമ്മളൊരു പണി കൊടുക്കണ്ടേ? പിന്നെ അല്ലാതെ അതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ. ബാബാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ആലോചിക്കാം. എനിക്കൊരു ഐഡിയ തോന്നുന്നു സാർ എന്നും അവിടെ നിന്ന വേലക്കാരൻ. എന്താ ഐഡിയ പറ. ഇന്ന് സാർ ഉണ്ടാക്കിയ ചിക്കൻ കറി അടിപൊളിയല്ലേ? ആ ചിക്കൻ കറി എല്ലാം കൂടെ നമുക്ക് ഉരുട്ടി അവന്മാരുടെ അണ്ണാക്കിലോട്ട് തള്ളി അവന്മാരെ കൊണ്ട് സത്യം പറയിപ്പിച്ചാലോ? അത് നല്ല ഐഡിയ എന്ന് ഗീതു. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ ഒന്ന് നോക്കുക. അയ്യോ, എൻ്റെ കണ്ണേട്ടനുണ്ടാക്കിയ ചിക്കൻ കറി നല്ല ടേസ്റ്റ് അല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നേ? അപ്പോൾ അവർണികയാണെങ്കിൽ അത് ശരിയാ സാർ, ചിക്കൻ കറി ഉണ്ടാക്കിയത് ഞങ്ങൾ പറഞ്ഞതെന്ന് കണ്ടായിരുന്നു എന്ന് അജാസും അവർണിക ഒരുമിച്ച് പറയുക. ഇത് കേട്ടതും അതെ, ചിക്കൻ കറി ഇന്ന് ഇവൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും ഇങ്ങനെയായിപ്പോയി. ഞാനേ ഉപ്പിന് പകരം എടുത്ത് സോഡാപ്പൊടി ഇട്ടു. സാരമില്ല, അവന്മാരെ കൊണ്ട് തീറ്റിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് റെഡിയായി. അപ്പോഴേക്കും കയ്യിൽ ചിക്കൻ കറിയായിട്ട് അയാളെത്തി. ചിക്കൻ കറി റെഡി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഗുണ്ടകളെല്ലാം നിരത്തി കെട്ടി സോഫയിൽ ചാരി ഇരുത്തിയിരിക്കുക. അപ്പോൾ ഗുണ്ടകൾ വിട്, ഞങ്ങളൊന്നും ചെയ്യരുതെന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു പറയാം. പക്ഷെ അവർ കേൾക്കുമോ? ഞങ്ങളെ ഫോളോ ചെയ്ത് വന്ന് കൊല്ലാൻ വന്നവന്മാരല്ലേ, അപ്പം പിന്നെ ഇഷ്ടത്തിന് അങ്ങ് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിയിട്ട് വായിൽ നിന്നും അത് അഴിച്ചു മാറ്റിയതിന് ശേഷം ഇത്രയും ചിക്കൻ കറി എടുത്ത് ഒരുത്തൻ്റെ അണ്ണാക്കിലോട്ട് കുറ്റം നിറച്ചു ഗോവിന്ദ്. അത് നിറച്ചതും അയാളുടെ കണ്ണും കൃഷ്ണമണിയും ഒക്കെ ഇങ്ങനെ മേലിലേക്ക് ഉരുണ്ട് കയറി ആകെ മൊത്തത്തിൽ ഈശ്വര, ഇതിനേക്കാളും നല്ലത് കത്തിയെടുത്ത് കുത്തി കൊന്നാൽ മതിയായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് അയാൾ ആ ചിക്കൻ കറി തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. പറയടാ, മര്യാദയ്ക്ക് സത്യം പറ, ഇല്ലെങ്കിൽ ഇവന് ചിക്കൻ കറി കൊടുത്തതുപോലെ നിനക്കും തരും. ഈ ചിക്കൻ കറിയെ ഒരു സ്പെഷ്യൽ കറിയാ, അതുകൊണ്ട് ചാകണ്ടെങ്കിൽ പറഞ്ഞോ. ചാകണ്ടെങ്കിൽ പറഞ്ഞോളാനോ? എന്താടാ, ഞാനുണ്ടാക്കിയ ചിക്കൻ കറി തിന്നാൽ ചാകുമോ എന്നും ഗോവിന്ദ്. പറയാൻ പറ്റില്ല സാറേ, ചിലപ്പോൾ ചാകും. അതുപോലെയാ സാറേ എരിവും മുളകും ഒക്കെ വാരി ഇട്ടിരിക്കുന്നേ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ അയാൾ എനിക്കറിയില്ല, ഞാൻ പറയില്ല, ഞങ്ങളാരും വിട്ടതൊന്നുമല്ല, ഞങ്ങൾ ഈ കാട്ടിലേക്ക് വന്നവരെ അതിക്രമിച്ച് കടന്നു പിടിച്ച് കൊല്ലാൻ നോക്കിയതാ. ഇവ സത്യം പറയില്ല, വെച്ച് കൊടുക്കടാ വായിലോട്ട് ചിക്കൻ കറി. അത് കേട്ടതും അയാൾ വീണ്ടും വെച്ചു കൊടുക്കുക. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ ശ്രമിച്ചു. പക്ഷേ ഗുണ്ടകളാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്ന ലക്ഷണവും ഇല്ല. ഈ സമയം രാധികയും അനാർക്കലിയും വരുണും ഭാസ്കരനും ഓരോന്നാലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്നാലും അവന്മാർ വിളിച്ചില്ലല്ലോ. ഇതിൻ്റെ പിന്നാലെ പോയിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ വണ്ടി നിൽക്കുന്നിടത്ത് തന്നെയാണ് അവന്മാരുടെ വണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദൻ്റെ വണ്ടിയും അവൻ്റെ വണ്ടിയും ഒരേ ഇടത്തുള്ളത് കൊണ്ട് അവന്മാർ ചിലപ്പോൾ ഗീതുവിനെ തീർത്ത് കാണും. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. അപ്പോൾ രാധിക, ഗീതുവിനെ തീർത്ത് കാണോ? അതെ, ഗോവിന്ദ് പോയോ എന്തോന്നും അറിയില്ല. അപ്പോൾ രാധിക ഞെട്ടി. എന്താ ഭാസ്കരേട്ടൻ നിങ്ങൾ പറഞ്ഞേ? എൻ്റെ ഗോവിന്ദന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. എൻ്റെ രാധു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഗോവിന്ദൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. കാരണം ഗീതുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ അതെന്തായാലും തടയും. അങ്ങനെ തടയുമ്പോൾ ചെറിയ അടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ അടിയൊക്കെ കിട്ടിക്കോട്ടെ, അവൻ എന്നെ കുറേ നാളായി അവഗണിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അവനൊരടി കിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഗോവിന്ദന് ജീവനൊരാപത്ത് സംഭവിക്കരുത്. നിങ്ങൾക്കറിയാം ഭാസ്കരേട്ടാ, ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചും കയറ്റിയത് എൻ്റെ മോന, എൻ്റെ കണ്ണൻ. അപ്പം അനാർക്കലി കക്കന്നൊരു ചിരി. അനാർക്കലിയുടെ ചിരി കണ്ട് നീ എന്തിനാടി ചിരിക്കുന്നേ? നിന്നെ അവൻ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിലേ നീ നല്ലവളാണെന്ന് കരുതിയിട്ടാ. എന്നാൽ അവൻ്റെ അച്ഛനെ ചതിച്ചതും അവൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തതും നീയും ഞാനും ഒക്കെയാണെന്ന് അവൻ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം. പിന്നെ ഈ സ്നേഹമൊക്കെ കരയ്ക്ക് കൈപിടിച്ച് കയറ്റിയ നിന്നെ അവൻ കടലിലേക്ക് തന്നെ തള്ളിയിടും. അതുകൊണ്ട് രാധികയെ നീ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട എന്നും അനാർക്കലി. ഇത് കേട്ടതും ഇല്ല അനാർക്കലി, അങ്ങനെ അവൻ്റെ അച്ഛനെ ഞാൻ ചതിച്ചിട്ടില്ല, ഒരിക്കലും എൻ്റെ മാധവേട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല.
എനിക്ക് സ്വത്തുക്കൾ വേണമായിരുന്നു. പണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്തും നേടാമെന്നുള്ളൊരു ആഗ്രഹം, അത്യാഗ്രഹം അതുണ്ടായിരുന്നു, അല്ലാതെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ ഭാസ്കരൻ ഇനി എന്തുകൊണ്ടും നമ്മൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. കാരണം ഗീതു തീർന്നു. ഇനി തീരാനുള്ളത് ഒരേ ഒരാൾ, അതായത് ബാക്കിയുള്ള ആൾക്കാരുടെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് രഞ്ജുവിനെയും പ്രിയയുമാണ്. അവർ രണ്ടുപേരും വീട്ടിലെത്തുക. അവിടെ എത്തിയതും അമ്മ കോളിംഗ് ബെല്ലടിച്ചിട്ടൊന്നും വാല് തുറക്കുന്നില്ല. അപ്പോൾ രഞ്ജു വെറുതെ തുറന്നു നോക്കിയപ്പോൾ വാതിൽ തുറന്നു. പ്രിയേ ദേ വാതിൽ തുറന്നു, വാ നമുക്ക് അകത്തുപോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ നോക്കി. അപ്പോൾ പൂജാമുറിയിലേക്ക് ചെല്ലുക. പൂജാമുറിയുടെ വാതിക്കൽ വിജയലക്ഷ്മി ബോധം കെട്ട് കിടക്കുന്നു. അമ്മേ അമ്മേ എഴുന്നേക്കമ്മേ, അമ്മേ എഴുന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു കുറേ വിളിച്ചു. പക്ഷെ രാധിക എഴുന്നേൽക്കുന്നില്ല. രാധികയുടെ കിടപ്പും വിജയലക്ഷ്മി എഴുന്നേൽക്കുന്നില്ല. വിജയലക്ഷ്മിയുടെ കിടപ്പും ആ ഒരു അവസ്ഥയും കണ്ട് രഞ്ജുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. തേമി രഞ്ജു കരയാൻ തുടങ്ങി. തേങ്ങിക്കരയുന്ന രഞ്ജുവിനെ കണ്ട് പ്രിയയ്ക്ക് സഹിക്കുന്നില്ല. ഈശ്വര, ആൻറ്റി എഴുന്നേക്ക്, ആൻറ്റി, അമ്മേ എഴുന്നേക്കമ്മേ എന്നും പറഞ്ഞ് രണ്ടുപേരും മാറി മാറി വിളിച്ചു. രാധികയുടെ കൊടും ക്രൂരതയിൽ, ഭാസ്കരൻ്റെ കൊടും ക്രൂരതയിൽ ഇവിടെ വിജയലക്ഷ്മി ജീവന് പോരാടിക്കൊണ്ടിരിക്കുക. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. ഈ സമയം രഞ്ജു ഇനി ഒന്നും നോക്കാനില്ല, പിടിക്ക്, നമുക്ക് ആൻറ്റിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ശരി 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 പ്രിയേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ താങ്ങിയെടുത്ത് വിജയലക്ഷ്മിയെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പോകുന്ന വഴിയെല്ലാം രഞ്ജു എണ്ണി പറക്കി കരയുക. ഞാൻ ഇവിടെ നിന്നാൽ മതിയായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് കൂട്ടായിട്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ ഇട്ടേച്ച് ഞാൻ പോകില്ലായിരുന്നു ദൈവമേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പോയപ്പോൾ രഞ്ജു, നീ സമാധാനിക്കേ, ഒന്നും സംഭവിക്കില്ല. നല്ലവരെ ദൈവം പരീക്ഷിക്കും, പക്ഷേ സങ്കടപ്പെടുത്തില്ല. നീ സന്തോഷമായിട്ടിരിക്കും മോളെ, സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്നാലും രാധികാമ്മ ഒരിത്തിരി നേരത്തെ കാറ് തന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ പ്രിയെ. എൻ്റെ അമ്മയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു. ഇത് എത്ര നേരമായി എൻ്റെ അമ്മ ഫോൺ കട്ടായി വീണിട്ട്. അതിനുശേഷം രാധികാമ്മയോട് തർക്കിച്ചു നിന്നു, എല്ലാവരോടും തർക്കിച്ചു നിന്നു. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, പേടിയാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഭയങ്കരമായിട്ട് കരയുക. രഞ്ജു, നീ കരയാതെ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനെ വിളിച്ച് വിവരം പറ എന്നും പറയാം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദനെ വിളിക്കുകയാണ്. ഒരാൾ ഗോവിന്ദനെ, ഒരാൾ ഗീതുവിനെ. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല, നോട്ട് റീച്ചബിൾ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊരു കഷ്ടമായത്, ഒരാവശ്യ സമയത്ത് ഫോൺ പോലും വിളിച്ചാൽ കിട്ടില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ, ഇത് എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ അമ്മ എനിക്ക് വേണം. എന്നെ ഒരുപാട് സ്നേഹിച്ച ആളാണ് എൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് എന്തും കൊടുത്ത് ഞാൻ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് രഞ്ജു ഭയങ്കരമായിട്ട് പൊട്ടി കരയുക, നെഞ്ചത്തടിച്ച് കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും ഗീതുവിനെയാണ്. അവരാണെങ്കിൽ ഭയങ്കര ത്രില്ലില്ല, ഗുണ്ടകളെ കൊണ്ട് സത്യം പറയിക്കാനുള്ള ത്രില്ലിൽ. അപ്പോൾ നമ്മുടെ ഗീതു, പറയടാ, സത്യം പറയടാ, നിന്നെ ഇങ്ങോട്ട് വിട്ടത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾക്കത് കേൾക്കണം. അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഈ ചിക്കൻ കറി അണ്ണാക്കി തിരികെ തരും. അത് കേട്ടതും, അയ്യോ സാറേ, ദൈവത്തെ ഓർത്ത് അണ്ണാക്കിലോട്ട് ഈ ചിക്കൻ കറി ഇടരുത്. ചിക്കൻ കറി എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. ഇപ്പം ചിക്കൻ കണ്ട ഞാൻ അപ്പം ഛർദ്ദിക്കും. അതുപോലത്തെ ഒരു കറിയാണ് എൻ്റെ അണ്ണാക്കിലേക്ക് ഇട്ട് തന്നത്. ഇനി വേണ്ട, ഞാൻ സത്യങ്ങളൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ആ ഗുണ്ട കരയുക. പറയടാ, എന്നാ പറ, സത്യമായിട്ടും പറ. അത് പിന്നെ സാറേ, അത് പിന്നെ ഭാസ്കരനാ എന്നെ ഇങ്ങോട്ട് വിട്ടത്. ഭാസ്കരനോ? അതെ. അപ്പോൾ എല്ലാവരും ഞെട്ടി. അപ്പോൾ അജാസ്, ആരാ സാറേ ഈ ഭാസ്കരൻ? ഞാൻ പറഞ്ഞില്ലേ അജാസ്, എൻ്റെ അച്ഛൻ്റെയും ജീവിതത്തിലേക്ക് വന്ന മൂന്നാമത്തെ വില്ലൻ രാധികാമ്മ, അനാർക്കലി, ഭാസ്കരൻ. ഇനിയുമുണ്ട് വേറെ ചിലർ. അവരെല്ലാവരും എൻ്റെ ഇതിൽ വരും. എൻ്റെ ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ അവരെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അതിനു വേണ്ടിയാണ് എൻ്റെ ഈ കളി. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഭാസ്കരനാണെങ്കിൽ അതിൻ്റെ പിന്നിൽ അനാർക്കലിയും രാധികാമ്മയും ഉണ്ടാവും. അവരെ എല്ലാവരെയും എന്നാൽ ഇവർക്കൊക്കെ എന്തൊരു ധൈര്യമാണ്, ഇങ്ങനെ ഒരാളെ കൊല്ലാനും മാത്രം ഇവരൊക്കെ ആയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ് എന്തൊക്കെ ആലോചിച്ച് തിരിഞ്ഞ് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ഗീതു, എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? അറിയില്ല ഗീതു, എനിക്കറിയില്ല ആരെ വിശ്വസിക്കണം, ആരെ സ്നേഹിക്കണം, ആരോട് സംസാരിക്കണം എന്നൊന്നും അറിയില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്, ആരെയും കണ്ണുടച്ച് വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആകെ ഇമോഷണലാകുക. അത് കണ്ടത്
അവർണികയും അജാസും ഒക്കെ ഗോവിന്ദനെ ആശ്വസിപ്പിക്കുക. പേടിക്കണ്ട സാർ, ഒന്നുമില്ല, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഈ സമയമാണെങ്കിൽ രാധിക, ഭാസ്കരേട്ടാ, ഗോവിന്ദനൊന്നും സംഭവിച്ച് കാണില്ലല്ലേ? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, കിട്ടുന്നുമില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്. നീ എന്തിനാ രാധിക ഇങ്ങനെ? നിന്റെ മോൻ്റെ കാര്യം ചിന്തിക്ക്. നിന്റെ മോൻ വരുണ, അല്ലാതെ അവനല്ല ഗോവിന്ദ്. അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് കരുതി തന്നെ ജീവിക്കണം. എന്നാലേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും. അത് കേട്ടതും എനിക്ക് പേടിയുണ്ട്. എൻ്റെ കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പേടി. നിൻ്റെ മാധവേട്ടൻ നായികയ്ക്ക് 40 വട്ടവും നീ പറയുന്നുണ്ട്. എന്നാ രാധികെ, നീ ഒന്നോർത്തോ, മാധവൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരിക്കാം. എന്നാൽ ഗോവിന്ദ് നിന്നെ സ്നേഹിച്ചത് ഒരിക്കലും ആത്മാർത്ഥമായിട്ടല്ല. അവന് നല്ല ബോധമുണ്ട്. ഒരു ഭാര്യയെ കിട്ടിയപ്പോൾ അവൻ നിന്നെ മറന്നില്ലേ? നീ എന്ന് വെച്ചാൽ അവൻ ആദ്യം ജീവനായിരുന്നു. നീ ഇല്ലാതെ അവനൊരു കാര്യമില്ല. നീ എന്തു പറഞ്ഞാലും അതനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു. എന്നാൽ ഇന്ന് ഗീതു വന്നതുകൊണ്ട് നിൻ്റെ വാക്കുകളൊന്നും കേൾക്കാതെ ഗീതുവിൻ്റെ വാക്കുകൾ മാത്രം കേട്ട് നടക്കുന്നവനവൻ. അവനെപ്പോലെ ഒരുത്തനെ ഇനിയും നീ കണ്ണടച്ച് വിശ്വസിക്കരുത് രാധികെ. നാളെ നിൻ്റെ നാശത്തിന് കാരണക്കാരനായവൻ അവൻ മാത്രമായിരിക്കും. നാളെ നിന്നെ അറയ്ക്കലിൽ നിന്നും ഇറക്കി വിടുന്നവൻ അവൻ മാത്രമായിരിക്കും. നാളെ നിനക്ക് അറയ്ക്കലിൽ ഒരു വിലയും ആരും തന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദിയും അവൻ മാത്രമായിരിക്കും. ഇതൊക്കെ കേട്ടതും രാധിക ഞെട്ടലോടുകൂടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ രഞ്ജുവും പ്രിയാണെങ്കിൽ ഹോസ്പിറ്റലിലെത്തിയതും അറ്റാക്ക് വന്നാണ് കേട്ടോ വിജയലക്ഷ്മിക്ക്. അപ്പോൾ വിജയലക്ഷ്മി പെട്ടെന്ന് തന്നെ ICUലേക്ക് കിടത്തിയിരിക്കുക. എന്താ ഡോക്ടറെ, എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് രഞ്ജു ചോദിക്കുക. പറയാനായിട്ടില്ല. ഇത്രയും കൂടെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് നോക്കാമായിരുന്നു. സാധാരണ എല്ലാ ഹോസ്പിറ്റലിലും പറയുന്ന അതേ ഡയലോഗ്. അത് കേട്ടത് രഞ്ജു തലക്കടിച്ച് വീണ്ടും കരയാൻ തുടങ്ങി. ഞാൻ ഒറ്റൊരുത്തിയ എൻ്റെ അമ്മ ഈ അവസ്ഥയിൽ ഇട്ടേച്ച് വന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയെ എന്നും പറഞ്ഞ് കരയുക. കരയല്ല രഞ്ജു, ഒന്നും സംഭവിക്കില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഏട്ടനെ ഒന്നുകൂടെ വിളിക്കുക പ്രിയ. അപ്പോൾ നമ്മുടെ പ്രിയ ഫോൺ എടുത്ത് ഗോവിന്ദനെ വിളിക്കുക. എന്തായാലും അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് തന്നെ കോള് പോയി. റിങ് അടിച്ചതും ദേ പ്രിയയാണല്ലോ വിളിക്കുന്നത്. ഹലോ മോളെ, എന്താ ഏട്ടാ, എത്ര വിളിച്ചിട്ടും എന്താ ഫോൺ എടുക്കാത്തത്? എത്ര നേരമായി ഞാനും രഞ്ജു മാറി മാറി വിളിക്കുന്നു. മോളെ, ഞങ്ങളുള്ളടുത്ത് റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വിളിക്കായിരുന്നേ. എന്താ മോളെ, എന്താ നിൻ്റെ ശബ്ദത്തിലൊരു പതർച്ച? ആകെ പ്രശ്നമായി ഏട്ടാ. എന്തു പറ്റി? അത് വിജയലക്ഷ്മി അമ്മയ്ക്ക് തീരെ വയ്യ. എന്താ ഉണ്ടായേ? അമ്മ ആകെ തളർന്നു വീണതാ. ഞങ്ങൾ ഓടി അവിടെ എത്തി. ചെമ്പകശ്ശേരിയിലെത്തിയപ്പോൾ ബോധം കെട്ട് കിടക്കുമായിരുന്നു. എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ICUല, അറ്റാക്ക് വന്നതാ. അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി. ഗോവിന്ദനോട് ഗീതു, എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? അമ്മ എന്താ, അമ്മയ്ക്ക് എന്താ? ഹലോ പ്രിയ. എന്താ ഗീത ചേച്ചി, അമ്മയ്ക്ക് എന്താ മോളെ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? അത് പിന്നെ ചേച്ചി ചെറിയൊരു തലകറക്കം, അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അത് കേട്ടതും ശരി മോളെ, ഞങ്ങൾ ഉടനെ എത്താം. കണ്ണേട്ട വാ, നമുക്ക് പെട്ടെന്ന് പോകണം. അജാസ്, അവർണിക വാ, പെട്ടെന്ന് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോയി. അല്ല, നിങ്ങളൊക്കെ പോയി, ഇവരുടെ കാര്യം ഇവന്മാരിവിടെ കിടക്കട്ടെ, വെള്ളം പോലും കൊടുത്തു പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പോകുന്ന വഴിയെല്ലാം ഗോവിന്ദ് കരയുക. ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് സ്നേഹിച്ചില്ലല്ലോ. എൻ്റെ അമ്മയെ ഞാൻ അകറ്റി നിർത്തി. എല്ലാവരും ഓരോന്ന് പറഞ്ഞു തന്നതൊക്കെ കേട്ട് എൻ്റെ അമ്മ ഒരു പെരുങ്കള്ളിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഈശ്വര, അവസരം കിട്ടിയപ്പോൾ എൻ്റെ അമ്മയെ നീ എന്നിൽ നിന്നും പറിച്ചെടുക്കുകയാണോ? കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ, കണ്ണുണ്ടായിരുന്നപ്പോൾ എനിക്ക് അതിൻ്റെ വില അറിയില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കില്ല. എൻ്റെ ഈശ്വര, എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത്. എൻ്റെ അമ്മയെ കാത്തോളണം. എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നും പറഞ്ഞ് പോകുന്ന വഴിയെല്ലാം പെറുപെറുത്തുകൊണ്ടേ ഗോവിന്ദ് പോവുക. ഈ സമയം ഗീതു, കണ്ണേട്ടാ ഭയപ്പെടാതെ, ഒന്നും സംഭവിക്കില്ല. നമ്മുടെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല. ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മോൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, ഭഗവാൻ കൃഷ്ണൻ കേൾക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ കൈകൾ അമർത്തിപ്പിടിച്ചു, ആശ്വാസവാക്കുകളേകി. പക്ഷേ ആ മനസ്സിലെ കുറ്റബോധവും അമ്മയോട് കാണിച്ച വേർതിരിവും എല്ലാം ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് ആ സമയം കടന്നു വന്നു. ഈ നിമിഷം തൻ്റെ അമ്മ തന്നെ വിട്ടുപിരിഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്ന് വരെ ഗോവിന്ദ് ചിന്തിച്ചു. അതുപോലൊരവസ്ഥയിലാണ് ഗോവിന്ദ് ഇപ്പോൾ നിൽക്കുന്നത്. ആ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് കരയിപ്പിച്ചു. ആ ഗോവിന്ദ് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇനി എങ്ങനെ തിരിച്ചെടുക്കും? എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കണം. രാധികാമ്മ ചെയ്ത എല്ലാ കുറ്റങ്ങളും പുറത്തു കൊണ്ടുവന്നതിന് ശേഷം 2 കൈ നീട്ടി എൻ്റെ അമ്മയെ സ്വീകരിച്ച് എൻ്റെ അറയ്ക്കൽ തറവാട്ടിൽ എൻ്റെ അമ്മയ്ക്ക് എല്ലാ അവകാശവും അധികാരവും കൊടുത്ത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് കരുതിയതാ ഗീതു. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ? എന്താ കണ്ണേട്ടാ ഇത്? ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ഒരാപത്ത് സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതവും ഗോവിന്ദും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതേ പ്രേക്ഷകരെ, ഈ ഒരു സാഹചര്യത്തിൽ അതായത് നമ്മുടെ വിജയലക്ഷ്മി ബോധാവസ്ഥയിലല്ല കേട്ടോ, സീരിയസ് ആയിട്ട് കിടക്കുക. ആ സമയത്ത് സത്യം ആരോടെങ്കിലും ഒരാളോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഗോവിന്ദാണെങ്കിൽ ദേഷ്യക്കാരൻ, ഗീതുവാണെങ്കിൽ എല്ലാം നൈസായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളും. അതെ, രഞ്ജുവിൻ്റെ ജന്മരഹസ്യവും അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള സത്യവും വിജയലക്ഷ്മി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നാൽ ഗീതു അതെങ്ങനെ മറച്ചു വയ്ക്കും, എത്ര കാലം മറച്ചു വയ്ക്കും എന്ന് കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.